എല്ലാ DMOമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അപകട സാധ്യത കൂടുതലുള്ള ജില്ലകളിലെ DMOമാരോട് കുറെ കൂടെ വിജിലൻ്റ് ആവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എവിടെ? തീർച്ചയായും ക്യാമ്പുകളുള്ള സ്ഥലങ്ങളിലെല്ലാം വൈദ്യസഹായം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പോരായ്മ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി സ്വീകരിക്കും. മറ്റൊരു കാര്യം, ഇന്നലെ മുഖ്യമന്ത്രി VD സതീശന്റെ ഒരു ഹെലികോപ്റ്റർ യാത്ര വിവാദമായിട്ടുണ്ട്. കൊച്ചിയിലേക്ക് വന്നു, വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോയി, അതിനുശേഷം വീണ്ടും കൊച്ചിയിലേക്ക് വന്നു. ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഹെലികോപ്റ്റർ യാത്രകളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിപ്പോ കാലം മാറുമ്പോ കാറിന് പോലെ ഹെലികോപ്റ്റർ എടുക്കും. അതിപ്പോ എന്താ അത്ര വലിയ കാര്യം? എന്താ പറഞ്ഞിരുന്നത്? ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിലൊന്നും ആരും വിമർശിച്ചിട്ടൊന്നുമില്ല. കാലം മാറുന്നതനുസരിച്ച് അത് കഴിഞ്ഞ മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങളിൽ ഒരിക്കൽ പോയപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒപ്പം പോയിരുന്നല്ലോ. അതൊക്കെ വലിയ അത്ഭുതമാണോ? സർക്കാരിന്റെ ഖജനാവുന്ന കാശ് ചെലവായിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എറണാകുളത്ത് കൊച്ചിൻ ക്യാൻസർ സെന്റർ ഉദ്ഘാടനം കഴിഞ്ഞ് പോയതല്ലാതെ ഇതുവരെ സ്റ്റാഫ് അലോക്കേഷൻ പോലും ആയിട്ടില്ല. അങ്ങനെ പലതുമുണ്ട്. തിരുവനന്തപുരം RCCയിൽ കെട്ടിടത്തിന്റെ കോല് മാത്രമേ ഉള്ളൂ. ഉദ്ഘാടനം കഴിഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ താഴെത്തട്ടിൽ മാത്രമേ ഫർണിഷ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ഉദ്ഘാടനം നടന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം കൊടുത്തു. ഏത് കെട്ടിടം പൂർത്തിയായാൽ പോലും ആവശ്യത്തിലുള്ള സ്റ്റാഫ് പാറ്റേൺ ഒക്കെ വെച്ചതിന് ശേഷം മാത്രം ഉദ്ഘാടനം ചെയ്താൽ മതി. കാരണം ഇനി 5 വർഷമുണ്ട്. ഞങ്ങളുടെ പേരൊക്കെ വരുന്നതിന് ഇനിയും ഒരു ക്ഷാമവും ഇല്ല. അതുകൊണ്ട് ഇമാതിരി ഉദ്ഘാടനങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അതിന്റെ യോഗം വിളിച്ച് അതിന്റെ ബദൽ നടപടി സ്വീകരിക്കണം. ഞാൻ അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തുറക്കണം എന്ന് ഉള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണ്. ഒന്നും ചെയ്തിട്ടില്ല. എല്ലായിടത്തും ഇതിനെ സ്ഥിതി. PM ശ്രീ പദ്ധതിയെ ബന്ധപ്പെട്ട് ഇപ്പോഴും വിവാദങ്ങൾ തീർന്നിട്ടില്ല. ഇന്നും പ്രതിപക്ഷ നേതാവ് അത് ഒരു ഇരട്ടത്താപ്പാണ് സർക്കാരിന്റെ എന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഒപ്പുവെച്ച് പിന്നെ എന്തിനാ വെറുതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞത് കാര്യം? ഇനി നടപ്പാക്കുന്നതിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാം എന്ന് കേന്ദ്രം പറയുകയാണെങ്കിൽ ഞങ്ങൾ പിന്മാറും, സംശയമൊന്നും വേണ്ട. അതല്ല, പിന്മാറാൻ സാധ്യമല്ലെങ്കിൽ നിബന്ധനകളോടെ നടപ്പാക്കും. ഇത് രണ്ടും വ്യക്തമായിട്ട് സർക്കാർ പറഞ്ഞിട്ടില്ല. അതിലെന്ത് അത്ര സംശയം എന്താ? ഇതുവരെയായിട്ട് അവർ പിന്മാറാനുള്ള സാധ്യത പറഞ്ഞിട്ടില്ല. ഫണ്ട് വാങ്ങിക്കുക എന്നതാണോ അതിന്റെ ഒരു ആത്മീയമായ ലക്ഷ്യം? കേന്ദ്രത്തിന് കിട്ടേണ്ട ഫണ്ട് വാങ്ങണ്ടേ? പിന്നെന്താ? കേന്ദ്രത്തിന് ഫണ്ടില്ലാണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? സ്റ്റേറ്റിന് മാത്രമായിട്ട് ഫണ്ട് എത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റും? സംസ്ഥാനത്തിന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അദ്ദേഹം വെള്ളം ചേർക്കലിന്റെ ആശാനാണ്.